ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ബേസിൻ ലഡു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് കടലപ്പൊടി, 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 3/4 കപ്പ് നെയ്യ്, ഒരു 4 ഏലക്ക പൊടിച്ചത്, 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് ബദാമും കാഷ്നട്ട്സും ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനി ലഡു ഉണ്ടാക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ മുഴുവൻ നെയ്യ് ഒഴിച്ചു കൊടുക്കണില്ല, കുറച്ച് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാതെ. നെയ്യ് ഒന്ന് ചെറുതായിട്ട് മെൽറ്റ് ആയിക്കോട്ടെ, ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുക. കടലപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കടലപ്പൊടിയും നെയ്യും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ തീയിലിട്ടിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇളക്കി ഒരു 5 മിനിറ്റോളായി. പക്ഷെ എന്നിട്ട് ഇത് ആയിട്ടില്ല, ബ്രൗൺ കളർ ആയിട്ടില്ല ശരിക്കും. അപ്പോൾ കുറച്ചുകൂടെ നെയ്യ് വേണം. ഞാൻ ബാക്കി ഉണ്ടായിരുന്ന നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാകം എത്തുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് തവയുടെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ നെയ്യും കടലമാവും കൂടെ ഒക്കെ യോജിച്ച ഒരു നല്ലൊരു സ്മെൽ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ കളർ ശരിക്കും ഒരു ബ്രൗൺ കളർ ആയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം. ചെറിയ തീയിലിട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ കടലപ്പൊടിയും നെയ്യും കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്, ഗോൾഡൻ കളർ പോലെ ആയിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഇത് കുറച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കാണുന്നുണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളം മേലോട്ടേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ചെയ്യുന്ന എന്താ വെച്ചാൽ ആ കടലമാവും നെയ്യും എല്ലാം ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് വെള്ളത്തിന്റെ വെള്ളമയം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ വെള്ളമയം മുഴുവനും അബ്സോർവ് ആയി. ഇപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ വിട്ട് വരുന്ന ഈ ഒരു പാകത്തിലേക്ക് ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി ഇത് തണുക്കുന്നവരെ കുറച്ചു നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പം അതിന്റെ പാത്രത്തിന്റെ ചൂട് കൊണ്ട് അടിയിലിരുന്ന് കരിഞ്ഞു പോകും. അപ്പൊ ഒന്ന് കൂളാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും ഉണ്ട്, ബദാമും ചെറിയ പീസായി കട്ട് ചെയ്തത്. ഈ ചൂടിലേക്ക് തന്നെ നമുക്കിത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അത് കഴിഞ്ഞ് മിക്സ്ചർ നന്നായി തണുത്ത ശേഷം ഷുഗർ നമുക്ക് ചേർക്കാം. ഷുഗർ ഞാൻ പൗഡറായിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. കൂളായതിനു ശേഷം പൗഡർ ഷുഗർ ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്.
ഇത് ഞാൻ 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചതിന് ശേഷം അളന്നെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കണം. കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കടലമാവും പഞ്ചസാരയും നട്ട്സും നെയ്യും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു 3-4 ഏലക്കാപ്പൊടി, അപ്പോൾ അതോടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെയും മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ലഡുവിനുള്ള പാറ്റേൺ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ലഡു മിക്സ് തയ്യാറായി കഴിഞ്ഞു. ഇത് ഞാനിനി ലഡുവിന്റെ പാകത്തിൽ ഉരുട്ടി പ്ലേറ്റിലേക്ക് വെക്കും. ബേസിന്റെ ലഡു തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ ലഡു ഇന്ന് തന്നെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.